ഭർത്താവിൻ്റെ നേരെ ചൂലും കെട്ടും കൊണ്ട് ചാടുന്ന ഭാര്യയ്ക്ക് അമിതബലം കൂടെ കൊടുത്താലുള്ള അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കി. ഭർത്താവ് തലയാണെന്ന് ആദരിക്കാതെ മനുഷ്യ അവിടെ ഇരിക്കെ, ഞാൻ പറയുന്ന കേക്ക് എന്ന് പറയുന്ന ഒരു സൈസിന് അമിതബലം കൂടെ കൊടുത്താലുള്ള അവസ്ഥയൊന്ന് ആലോചിച്ച്. ആൻറ്റി, ദൈവസഭയ്ക്ക് എന്നാ ഗുണമുണ്ടെന്നൊന്ന് ചിന്തിച്ചേ. ഞങ്ങൾ ചില പാസ്റ്റർമാർ ഞങ്ങൾ വീട്ടിൽ ചെല്ലുമ്പോൾ, ചില വീടുകളിൽ ചെല്ലുമ്പം എന്താ വെച്ചാൽ മോൻ ഫോൺ ചെയ്തിട്ടാണ് ഞങ്ങൾ വന്നത്. തിരക്കായിരുന്നു, എന്നാലും മോൻ പറഞ്ഞു അത്യാവശ്യം പാസ്റ്റങ്ങൾ ഇവിടെ വന്നേ പറ്റുള്ളൂ. അങ്ങനെ ഞാൻ വന്നതാ. എന്താ പറ്റി, നിങ്ങൾ തമ്മിൽ എന്തോ ഇടർച്ച? അപ്പോൾ പാസ്റ്ററോട് പറയുകയാണെന്നുള്ളത് കൊണ്ട് അച്ചായൻ വളരെ ശാന്തമായി ഭാഷയിലൊരു ഭംഗിയൊക്കെ വരുത്തി, അല്ല വാസേ അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല, പിന്നെ ഞങ്ങളൊരു കാര്യം പറഞ്ഞപ്പോഴങ്ങ് അല്പം ഇങ്ങനെ പറഞ്ഞ് ശാന്തമായി തുടങ്ങുമ്പം അടുക്കളയിൽ നിന്നൊരു മഹോദരം ഇങ്ങ് വരുക. എൻ്റെ പാസേ ഇത് ഞാൻ പറയുന്ന പോലൊന്നും അല്ല. മനുഷ്യ മിണ്ടരുത്, ഞാൻ പറയാം പാസ് ഇങ്ങോട്ട് നോക്കാൻ. ഫോട്ടോഗ്രാഫർമാർ വന്ന് നമ്മുടെ മുഖം തിരിച്ചു വെക്കുന്ന പോലെ ഇവർ വന്ന് തിരിക്കുമോ എന്ന് പേടിച്ചാൽ ഞങ്ങളിരിക്കുന്നു. അബദ്ധവശാലങ്ങൾ അച്ചാനിയോ നോക്കി പാസ് ഇങ്ങോട്ട് നോക്ക് പാസ് എന്ന് പറഞ്ഞാൽ അങ്ങനെ നോക്കണ്ട, ഞാൻ പറയുന്നത് നോക്കാൻ. ഈ സൈസിന് അമിതബലം കൂടെ കൊടുത്ത ദൈവസഭയുടെ അവസ്ഥ എന്താവുമെന്ന് ചിന്തിക്കും. അതുകൊണ്ട് എഫേസ്യ ലേഖനം പറയുക, നീ ഒരു നല്ല ഭാര്യയാകെ, ഒടുവിൽ അമിതബലം തരാം. സ്തോത്രം പറയാമോ? സഹോദരിമാരോട് ഉണ്ടോ? ഉണ്ടേ ഒരു സ്തോത്രം പറ. ഹല്ലേലൂയ. അത് പറഞ്ഞപ്പോൾ അച്ചായമാർക്ക് അങ്ങ് സൂചിച്ചു. അച്ഛാ 25-ാം വാക്യം നമ്മളെക്കുറിച്ചായി പറയുന്നത്. ഭാര്യയുടെ ഇഷ്ടം എന്താണെന്നറിയില്ല, അനിഷ്ടം എന്താണെന്നറിയില്ല, അവിടെ വേദന അറിയില്ല, അവിടെ നട്ടല് വേദന അറിയില്ല, നാട്ടുകാരുടെ മുഴുവൻ നടുവേദന അറിയാം. അമ്മാമ്മേ, കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇവിടെ വന്നപ്പോൾ നടുവിന് ഭയങ്കര വേദനയായിരുന്നല്ലോ, ഇപ്പം എങ്ങനെയുണ്ട്? ഭാര്യയ്ക്ക് നടുവേദനയായിട്ട് എത്ര നാളായെന്നറിയാമോ? പുള്ളിക്കത് വിഷയമേ അല്ല. 5 മിനിറ്റ് അവരുടെ കൂടെ ഇരിക്കാൻ നേരമില്ല. അത് നാട് നന്നാക്കാൻ, സഭ നന്നാക്കാൻ നെട്ടോട്ടം ഓടുന്ന ഭർത്താവിനോട് പറയുക, നീ ആദ്യം നല്ലൊരു ഭർത്താവാക്, അതിനുശേഷം അമിതബലം തരാം. മനസ്സിലാകുന്നുണ്ടോ പറയുന്നത്? സഭയെക്കുറിച്ചുള്ള എരിവെന്നും പറഞ്ഞങ്ങ് നടക്കുക. നിന്നെക്കുറിച്ച് എരിഞ്ഞുകൊണ്ട് ഒരാൾ അകത്തുണ്ടെന്ന് വീട്ടിൽ, ആ എരിവ് മനസ്സിലാക്കണം. അപ്പം ആദ്യം നല്ലൊരു ഭാര്യയാകണം, പിന്നെ ആരാകണം? അതിന് ഒടുവിൽ. അപ്പം ഒടുവിൽ എന്നുള്ള പദം മനസ്സിലായോ? ഒടുവിൽ എന്നുള്ള പദത്തിൻ്റെ അർത്ഥമാണ് ഞാൻ പറയുന്നത്. 6-ാം അധ്യായത്തിൽ കുഞ്ഞുങ്ങളോടാ പറയുക, മക്കളെ. അപ്പനെ അമ്മയെ അനുസരിക്കാത്ത ഒരു മോള് പ്രൈസ് ആൻഡ് വർഷിപ്പിന് നിന്നങ്ങ് ഷൈൻ ചെയ്യുക. അമ്മയോട് പറഞ്ഞു, മമ്മി മിണ്ടരുത് കേട്ടോ, മമ്മി മിണ്ടാതിരിക്കുക, പപ്പ പപ്പയുടെ കാര്യം നോക്ക് പപ്പ എന്നൊക്കെ ആക്രോശിക്കുന്നവൾ പ്രൈസ് ആൻഡ് വർഷിപ്പിന് നിന്നങ്ങ് ആടുക. അവളോട് പറയും, കുഞ്ഞെ നീ ആദ്യം ഒരു നല്ല മകളാകുക, അതിനുശേഷം അമിതബലം തരാന്ന്. അമ്മയ്ക്കറിയില്ല ABCD, അമ്മയ്ക്കറിയില്ല പഠിച്ച കാര്യങ്ങളൊന്നും. ആ അമ്മയെ നിരക്ഷര കുട്ടിയായി കണ്ടുകൊണ്ട് ആക്ഷേപിക്കുന്ന മകൾക്ക് അമിതബലമില്ല. അവൾ ആദ്യം നല്ലൊരു മകളാകണം, നല്ലൊരു മകനാകും നീ ആദ്യം, അതിനുശേഷം അമിതബലം തരാമെന്ന്. ഒരു നല്ല മകനാകും, അപ്പനെ ആദരിക്കുന്ന, അമ്മയെ ബഹുമാനിക്കുന്ന. അപ്പനെ അമ്മ ഏത് ഓൾഡ് ഏജ് ഹോമിൽ കൊണ്ട് തള്ളണമെന്നുള്ളതാണ് ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു മകൻ അമിതബലം കൊടുത്താലുള്ള അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കി. ഒറ്റ കാര്യം ദൈവസഭയോട് പറയാം, പ്രൈസ് ദി ലോർഡ്. വാച്ച് മാനസാന്തരപ്പെട്ടതല്ലല്ലോ. വാച്ച് മാനസാന്തരപ്പെട്ടാണ് ദൈവവചനം കേൾക്കുമ്പോൾ പതിയെ ഓടണ്ടേ. ഇതെൻ്റെ മുമ്പേ കയറി ഓടുകയാണ്. പ്രൈസ് ദി ലോർഡ്. ദേ ശ്രദ്ധിച്ച് കേട്ടെ, മകനെ മകളെ എന്നുള്ള ഒറ്റ വിളിയാം, മക്കളെ. ദൈവസഭയുടെ ഒരു ചോദ്യം, ദൈവസഭയിൽ ഒരു പെങ്കൊച്ച് പിഴച്ചു പോയാൽ എന്തോ ഇടാം അവളെ? കേട്ടിട്ടുണ്ടോ അങ്ങനെ ചോദ്യം? വളർത്തി വലുതാക്കി പാട്ടും പ്രാർത്ഥനയും സൺഡേ സ്കൂൾ അടക്കം സകല കാര്യങ്ങളും പഠിപ്പിച്ചു വന്നു. അവൾ ഏതാണ്ടൊക്കെ ഒന്ന് പാകമായപ്പം ഗുഡ് മോർണിംഗ്, ഗുഡ് നൈറ്റ്, ഗുഡ് ഈവനിങ് ഒക്കെ അയച്ച ഒരുത്തൻ്റെ കൂടെ ഇറങ്ങിപ്പോയി. ഗുഡ് മോർണിംഗ്, ഗുഡ് ഈവനിങ് ഒക്കെ പറഞ്ഞ് തുടങ്ങിയത് പിന്നെ കഴിച്ചോ കുടിച്ചോ ഉടുത്തോ എന്നൊക്കെയായി. പിന്നെ നീളമുള്ള വാചകങ്ങളായി. അവസാനം അവൻ വിളിച്ചു, ഞാൻ കഞ്ഞിക്കുടിയിലുണ്ട് ഇറങ്ങിപ്പോരാൻ. അവൾ ഇറങ്ങി അങ്ങ് പോയി. ഇങ്ങനൊരു സൈസ് നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ എന്തോ ചെയ്യണം അവളെ? പറ. ലേവ്യാപുസ്തകം 21:12 പറയുന്നു, അവളെ പുരോഹിതന്മാരുടെ കയ്യിൽ കൊണ്ട് കൊടുക്കണം. അവർ അവളെ പാളയത്തിന് പുറത്തു കൊണ്ടുപോയി ചുട്ടുകളയും. അവളെ വെച്ചേക്കരുത്. അന്യപുരുഷന് വിധേയപ്പെട്ട അപ്പനും അമ്മയ്ക്കും ആക്ഷേപം വരുത്തിയവളെ വീട്ടിൽ വെച്ചേക്കരുത്, അവളെ ചുട്ടുകളയണം. മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ പിഴച്ച മോനെ എന്നാ ചെയ്യണം? പിഴച്ച പെങ്കൊച്ചിനെ ചുട്ടുകളയണമെന്ന് ലേവ്യ 21:12 പറയുമ്പോൾ, 21:9 പറയുമ്പോൾ, വീട്ടിൽ പിഴച്ചുപോയ മകനെ എന്തോ ചെയ്യണം? ഇവൻ തിന്നിയും കുടിയനും അനുസരണം കെട്ടവനും ധിക്കാരിയും, ഞങ്ങൾ പറയുന്നത് കേൾക്കാത്തവനുമാണ്. സാറേ ദേ എൻ്റെ മകൻ, അവൻ ഞങ്ങളെ അനുസരിക്കത്തില്ല എന്ന് പറഞ്ഞ് പിടിച്ചു കെട്ടി മഹാപുരോഹിതന്മാരുടെയും മൂപ്പന്മാരുടെയും അരിയിൽ കൊണ്ടു കൊടുക്കണം ഈ പിഴച്ച സന്താനത്തെ. എന്തോ ചെയ്യും അവനെ ഉന്തിത്തള്ളി പാളയത്തിന് പുറത്തു കൊണ്ട് ചെന്നിട്ട് ആവർത്തനം 21:18 ആവർത്തനം 21:18 പറയുന്നു, അവനെ കല്ലെറിഞ്ഞ് കൊന്നുകളയണം. പിഴച്ച പെണ്ണിനെ എന്തോ ചെയ്യണം?
ചുട്ടുകളയണം. പിഴച്ച ആങ്കൊച്ചിനെ എന്തോ ചെയ്യണം? അങ്ങനെ കനത്ത നിയമമാണ്, തീഷ്ണതയുള്ള ദൈവം പഴയ നിയമത്തിൽ കൊടുത്തത്. പുതിയ നിയമത്തിൽ ആ നിയമത്തിന് ഭേദഗതി വരുത്തിയിട്ട് നമ്മുടെ കർത്താവ് തന്നൊരു നിയമം. അപ്പൻ്റെ കയ്യിൽ പിടിച്ചു വാങ്ങി പടിയിറങ്ങിപ്പോയ മകൻ ഒടുവിലൊരു ഭിക്ഷക്കാരനെ പോലെ മടങ്ങി വരുന്നത് വരെ വാതിൽപ്പടിയിലിരിക്കുന്നൊരപ്പൻ എറിയാൻ കല്ലുമായിട്ടല്ല, ചേർത്ത് നിർത്തുവാൻ വിരിച്ച കരങ്ങളുമായി. പ്രമാണത്തിന് യേശു തൻ്റെ ചങ്കിലെ ചോര കൊണ്ട് മാറ്റം വരുത്തി. ഇന്ന് രാത്രി ഞാനൊരു കാര്യം പറയാം. നീ അപ്പനോട് പിഴച്ചുപോയെങ്കിൽ, അമ്മയോട് പിഴച്ചുപോയെങ്കിൽ, ജീവിതത്തിൻ്റെ മൂല്യം എവിടെയെങ്കിലുമൊക്കെ കളഞ്ഞു കുളിച്ചു പോയെങ്കിൽ, കണ്ണുനീരുകൊണ്ട് കഴുകപ്പെടാൻ മനസ്സാകുമെങ്കിൽ നിന്നെ വിരുന്നുശാലയിലേക്ക് സ്വീകരിക്കാൻ ഒരു അപ്പനുണ്ട്. ആ അപ്പൻ സ്വർഗസ്ഥ പിതാവാണ്. അപ്പൊ പൗലോസ് പറയാണ്, മക്കളെ എന്ന് പറഞ്ഞാൽ ആക്ഷേപമില്ലാത്ത തലമുറ നമുക്കുണ്ടാകണം. ദൈവസഭയുടെ ഏറ്റവും വിലപ്പെട്ട കാര്യമാകണം. നാളെ വേദിയിൽ അലങ്കരിക്കേണ്ടതിന് ദൈവസഭയ്ക്കകത്ത് പ്രസംഗകരുണ്ടാകണം, കൃപാവര പ്രാപ്തന്മാരുണ്ടാകണം. അതിന് നമ്മുടെ പെൺകുഞ്ഞുങ്ങളും ആൺകുഞ്ഞുങ്ങളും അവർ പഠിക്കാൻ എവിടെയെങ്കിലും പൊക്കോട്ടെ, പക്ഷെ അവർ ദൈവകൃപയോടെ പോകണം. ബാംഗ്ലൂരോ മാംഗ്ലൂരോ പൂനെയിലോ താനെയിലോ മുംബൈയിലോ കൊൽക്കത്തയിലോ ദില്ലിയിലോ വിശാഖപട്ടണത്തോ വിജയവാഡയിലോ അതല്ലെങ്കിൽ ഇന്ത്യയുടെ വ്യോമാതിർത്തി കടന്ന് അടുത്ത രാജ്യത്തോ പൊയ്ക്കോട്ടെ, പക്ഷെ അഭിഷേകത്തോടെ പോകണം അവര്. അപ്പൊ ഈ അമിതവരം തരുന്നത് നല്ല മകളായതിനു ശേഷം, നല്ല മകനായതിനു ശേഷം പറയാൻ നേരമില്ല. അടുത്തത് നല്ല അപ്പനാകണം. പിന്നെ ആരാകണം? നല്ല അമ്മയാകണം. ഉത്തരവാദിത്വമുള്ള അപ്പനും അമ്മയുമാകണം. അതിനൊടുവിൽ അമിതബലം തരാം. മക്കളെ നോക്കാത്ത ഒരു പുള്ളി അമിതബലം കൂടെ കിട്ടിക്കഴിഞ്ഞാൽ എന്നാ ഗുണമുണ്ട്? ദേശം മുഴുവനും നന്നാക്കാൻ നടക്കുക, സഭ മുഴുവനും നന്നാക്കാൻ നടക്കുക. മക്കൾ എന്ത് ചെയ്യുന്നു ചോദിച്ചാൽ കൈമലർത്തുക. 85 വർഷങ്ങൾ പുരോഹിതനും ന്യായാധിപനും പ്രവാചകനുമായിരുന്നു ശമൂവേൽ. പുരോഹിതൻ, ന്യായാധിപൻ, പ്രവാചകൻ 85 കൊല്ലം. പക്ഷേ 85 കൊല്ലം കഴിഞ്ഞ് വൃദ്ധനായി കൈവറയ്ക്കുന്ന നേരമായപ്പോൾ നാട്ടുകാർ വന്ന് പറയുന്നു, നീ ഉത്തമനാണ്, നീ ഉത്തമ ന്യായാധിപൻ, നല്ല പ്രവാചകൻ, വിശ്വസ്ത പുരോഹിതൻ, പക്ഷെ നിന്റെ മക്കൾ നിന്റെ വഴിയിലല്ല. ഭയത്തോടെ ഞാനിത് പറയുന്നത്. 2 ആൺമക്കളുടെ പിതാവ് എന്ന നിലയിൽ ഭയത്തോടാണ് പറയുക. എന്നെക്കാൾ നീളത്തിലും വണ്ണത്തിലും വളർന്ന 2 ആൺമക്കൾ എനിക്കുണ്ട്. അതുകൊണ്ട് ഞാൻ ഭയത്തോടെ പറയുന്നു, നമ്മുടെ മക്കൾ നമ്മുടെ വഴിയിലല്ലെങ്കിൽ നാം ഇതുവരെ ചെയ്ത ശുശ്രൂഷ വ്യർത്ഥമായി പോയി. എൻ്റെ അപ്പൻ 70-ലധികം വർഷങ്ങൾ ചുമന്ന പുസ്തകമാണ് എൻ്റെ കയ്യിൽ തന്നത്, അവകാശമായി. പിടിച്ചോണം. ഉപദേശമല്ലാതെ ഒന്നും കയറി പറയരുത് വേദിയിൽ. ബൈബിൾ സ്കൂളിൽ പോകുന്നൊക്കെ കൊള്ളാം, ഉപദേശം പറയാം, നീ ധൈര്യമുണ്ടെങ്കിലേ പോകാവൂ. ആ വൃദ്ധന്റെ 2 കരങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അഭിമാനത്തോട് പറഞ്ഞു, ആയുസുള്ള കാലം മാത്രം, ആയുസുള്ള എല്ലാ കാലങ്ങളിലും വേദപുസ്തകം, പുതിയ നിയമം, പുതിയ നിയമത്തിൻ്റെ ശുശ്രൂഷകനായി ഉപദേശമേ പ്രസംഗിക്കൂ. അനുഗ്രഹിച്ചു വിട്ടു. ആ അപ്പൻ്റെ മകനാണ് ഞാൻ. എനിക്ക് 2 ആൺമക്കളെ ദൈവം തന്നു. അവർ 2 പേരും കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി പ്രയോജനപ്പെടുകയാണ്. അതുകൊണ്ടാണ് ഞാൻ അഭിമാനത്തോടെ പറയുന്നത്, നമ്മുടെ തലമുറകൾ കർത്താവിന് പ്രയോജനമാകണം. നല്ല പിതാവാകണം, നല്ല മാതാവാകണം. അടുത്ത തൊഴിലിടങ്ങളിൽ നല്ല ദാസിദാസന്മാരാകണം. കൊടികുത്താൻ വേണ്ടിയല്ല നീ ജോലിക്ക് പോകേണ്ടത്, അവധിയെടുക്കാൻ വേണ്ടിയല്ല ജോലി കിട്ടിയത്. മനസ്സിലായോ? വിശ്വസ്തത പാലിക്കണം തൊഴിലിടങ്ങളിലും. നമ്മോടൊപ്പം ജോലി ചെയ്യുന്നവരുടെ നേരെ ക്രൂരമായ യജമാനനും യജമാനത്തെയുമാകരുത്. അവരെ സ്നേഹിക്കാൻ കഴിയണം. അങ്ങനെ ഒരു നല്ല യജമാനായി, നല്ല യജമാനത്തെ, നല്ല ദാസനായി, നല്ല ദാസിയായി, നല്ല മകളായി, നല്ല മകനായി, നല്ല പിതാവായി, നല്ല മാതാവായി തീരുന്നതിനൊടുവിൽ എന്തോ തരാം? ഈ അമിതബലം എന്തിനാണെന്നറിയാമോ? അമിതബലം പിശാചിനോട് പോരാടാണ്, സാത്താനോടും അവൻ്റെ തന്ത്രങ്ങളോട് പോരാടാണ്. ഒട്ടനവധി പോരിൻ്റെ ശക്തികളുണ്ട്. തച്ചിന് കുത്തിയിരുന്ന് ചെയ്യുന്ന ചില ദുർമന്ത്രവാദങ്ങളുണ്ട്. ആവാഹിച്ചു വിടുന്ന ചില പോരുകളുണ്ട്. കണ്ടോ? ചില സങ്കല്പ ശക്തികൾ. മുച്ചൂട് നീ മുടിഞ്ഞു കാണണം, പരിച്ഛേദം നീ ഇല്ലാതെയായി കാണണം, ഒന്നുമില്ലാത്തവനായി ഒന്നുമില്ലാത്തവളായി നീ അലഞ്ഞു ഉഴന്ന് വലഞ്ഞു നടക്കണം. അത് കാണാൻ ആഗ്രഹിക്കുന്നവർ ചെയ്തു കൂട്ടുന്ന ചില പോരുകളുണ്ട്. പേടിപ്പിക്കുകയല്ല, പക്ഷെ അമിതബലം പ്രാപിച്ചു കഴിഞ്ഞാൽ ഈ ശക്തിയെ നീ ചോൽപ്പടിക്ക് നിർത്തും. യേശുവിന്റെ നാമത്തിൽ ഇറങ്ങുമെന്ന് പറഞ്ഞാൽ അത് ഇറങ്ങുക തന്നെ ചെയ്യും. ആരെയും നീ വാടകയ്ക്കെടുക്കേണ്ടതില്ല. ഈ അമിതബലം നമ്മിൽ വ്യാപരിച്ചാൽ മതി. ആത്മശക്തിയോടെ പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കേണ്ടതിന് എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട് ഈ അമിതബലം?